Good afternoon, sir. Good afternoon, sir. Good afternoon, sir. Regular, cellular, Good afternoon, upper Good afternoon, sir. Good afternoon, sir. Good afternoon, Good sir. afternoon, sir. Good afternoon. Okay, Nancy. Good afternoon. Good afternoon, sir. Okay, Shubha. Good afternoon. Nancy. Good afternoon. Good afternoon, sir. Good afternoon, sir. Deepthi, good afternoon. Another prayer. Sorry. Okay, cellular. Start. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എന്റെ പാദമിടറാതിരിക്കുവാൻ എന്നുമെന്നിൽ കൃപ ചൊരിയണമേ പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ല പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ പുല്ലുമാടവും പൂവണി വേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും നല്ല ചേരിയായി എൻ പിഞ്ചു കയ്യിലും നന്മയായി നീ കുടിയിരിക്കണമേ. താങ്ക് യു സർ. Okay. Very good. നല്ല സൗണ്ട് ആണ് അനില. സനില. Very good. Yes. Signing on. Yes. Ila, thought of the day. Sir, thought of the day ഞാൻ പറയാം. Okay, Subha, start. The beauty of learning is that no one can take it away from you. That's it, sir. Yes. Thank you. Very good. എല്ലാത്തിലും ഒരു സൗന്ദര്യം കണ്ടെത്തുക. അപ്പൊ പിന്നെ ബോറടിക്കില്ല. യെസ്, കറക്റ്റ് ആണ്. ഓക്കെ സുബ, വെരി ഗുഡ്. യെസ്, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന വിഷയത്തിലേക്ക് നമുക്ക് വീണ്ടും വരാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കോൺകോഡിനെ കുറിച്ചായിരുന്നു. അപ്പൊ കോൺകോഡിനെ കുറിച്ച് പറഞ്ഞപ്പോ അതിൻ്റെ അകത്ത് സിംഗുലറും പ്ലൂറലുമായിട്ട് വരുന്ന സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. കൂട്ടത്തില് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ചില സബ്ജക്റ്റുകൾ അത് കണ്ടു കഴിയുമ്പോൾ പ്ലൂറലാണെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ അത് സിംഗുലർ ആയിരിക്കും. അതിന്റെ സിംഗുലർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള 2-3 എക്സാമ്പിൾസ് നമ്മൾ നോക്കി. ബ്രെഡ് ആൻഡ് ബട്ടർ, സോഡ ആൻഡ് ബ്രാൻഡി ഒക്കെ നമ്മൾ നോക്കി. അത്രയും വരെയാണ് നമ്മൾ കോൺകോഡിൽ പറഞ്ഞത്. വാട്ട് ഈസ് മീൻ ബൈ കോൺകോഡ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിന്റെ അകത്ത് there is a relationship between the subject used and the verb used. That relationship is called concord. ഇതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. Am I right? Okay. Very good. Yes, ഇത് നമ്മൾ ശുഷ്കമാണല്ലേ ജനസംഖ്യ. അഖില. സാർ. എന്തൊക്കെയാണ് അഖില നാട്ടിലെ വിശേഷങ്ങള്? അപ്പൊ ഞാൻ അഖിലിനെ വിളിക്കട്ടെ. അഖിലിനോട് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എല്ലാവരോടുമായിട്ടാണ് പറയുന്നത്. യെസ്, നമ്മൾ ഇന്ന് അഖില, വാട്ട് ഈസ് മീൻ ബൈ ബയോഗ്രഫി ആൻഡ് ഓട്ടോബയോഗ്രഫി? അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ബയോഗ്രഫി ആൻഡ് ഓട്ടോബയോഗ്രഫി എന്തായിരുന്നു അറിയോ?
ജീവചരിത്രം, ആത്മകഥ. യെസ്, ആത്മകഥ. അഖിലയെ കുറിച്ച് ഞാൻ എഴുതി കഴിഞ്ഞാൽ അത് ബയോഗ്രഫിയാണ്. അപ്പൊ ഞാൻ പറയും ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു 2023 വളരെ സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ആളായിരുന്നു, ഇന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്, ഇങ്ങനെ പറഞ്ഞ് ഞാനായിരുന്നു. അഖില വലിയ പ്രശസ്ത ആയി കഴിയുമ്പോൾ അഖില തന്നെ അഖിലയെ കുറിച്ച് ഓട്ടോബയോഗ്രഫിയാണ്, ആത്മകഥയാണ്. യെസ്. അപ്പൊ അങ്ങനെ പ്രശസ്തിയായിട്ട് മാറട്ടെ. അപ്പോ ആത്മകഥയൊക്കെ എഴുതാൻ സാധിക്കട്ടെ ഞാൻ ആശംസിക്കുന്നു. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാം മാറി പറയാനായിട്ട് അധികം സമയമൊന്നും വേണ്ടില്ല. നിസ്സാര സമയം കൊണ്ട് ചിലപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകും. ചെറിയ സമയം മതി. ഈ ഒരു കേട്ട് കാണും, ഈ നമ്മുടെ എപ്പോഴും ഞാനിത് പറയുമ്പോൾ എനിക്ക് ഒരു ഗദ്ഗതം വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞോട്ട് പറയുന്നു. നമ്മുടെ APJ അബ്ദുൽ കലാമിനെ കുറിച്ച് പറയുന്ന ഒരു സംഭവം. APJ അബ്ദുൽ കലാം ISROയിൽ ഒരു സാധാരണ സയന്റിസ്റ്റ്. അപ്പോ അദ്ദേഹത്തിന് അന്നത്തെ ഡിഫൻസിന്റെ സെക്രട്ടറി ധവാനോ മറ്റോണോ പുള്ളിയുടെ പേര്. പുള്ളി പറയാ നമുക്ക് ബഹിരാകാശത്തേക്ക് ഒരു റോക്കറ്റ് വിടണം കലാമേ എന്ന് പറയും. യെസ്. അപ്പൊ അങ്ങനെ ഒരു റോക്കറ്റ് വിട്ടു ബഹിരാകാശത്ത്. പക്ഷെ ബഹിരാകാശത്തേക്ക് അത് പോയില്ല. അതിനു മുമ്പ് അത് താഴെ വീണു. അപ്പൊ എത്രയോ കോടിക്കണക്കിന് രൂപയാണ് അത് നഷ്ടം അറിയാം. യെസ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ APJ അബ്ദുൽ കലാമിനോട് തന്നെ വിഷമം തോന്നി. അപ്പൊ അങ്ങനെ പുള്ളി എന്ത് ചെയ്തു, തന്റെ ജോലി രാജിവെക്കുന്നു എന്നുള്ള രാജിക്കത്തും എഴുതി ധവാൻ എന്ന് പറയുന്ന അന്നത്തെ ഡിഫൻസ് സെക്രട്ടറി കാണാൻ ഡിഫൻസ് സെക്രട്ടറിയെ കാണാൻ വേണ്ടി പോയി. അങ്ങനെ അദ്ദേഹം വന്ന് കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ APJ അബ്ദുൽ കലാം എന്റെ പൊന്നു സാറേ, എന്നെ കൊണ്ട് ഈ പണി പറ്റില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ജോലി രാജിവെക്കുന്നു. ദിസ് ഈസ് മൈ റിസൈനിങ് ലെറ്റർ. കാരണം എത്രയോ കോടി രൂപയാണ് ഇപ്പൊ താഴെ പോയി നശിച്ചു പോയത്. യെസ്. അപ്പോൾ ധവാൻ പറഞ്ഞു, കലാമേ, ഇന്ത്യ എത്രയോ റോക്കറ്റുകൾ മുകളിലേക്ക് വിട്ടിരിക്കുന്നത് ബഹിരാകാശത്തേക്ക്. അതിൽ എത്രയോ എണ്ണം അറബിക്കടലിൽ പോയി പതിച്ചിട്ടുണ്ട്. ഇനി എത്ര എണ്ണം പോയി അറബിക്കടലിൽ പതിക്കാനുണ്ട്. അതുകൊണ്ട് കലാമ റെസിഗ്നേഷൻ ലെറ്റർ കീറി കളഞ്ഞിട്ട് പോയി ജോലി എടുക്കുന്നു. അങ്ങനെ ആ റെസിഗ്നേഷൻ ലെറ്റർ കീറി കളഞ്ഞിട്ട് കലാം പോയി. വീണ്ടും കുറെ നാൾ കഴിഞ്ഞപ്പോ അടുത്തൊരു റോക്കറ്റ് വിക്ഷേപണം നടത്തി. അത് ആ ബഹിരാകാശം വരെ എത്തി. അതോടുകൂടി ഇന്ത്യക്ക് ഒരു പ്രബല ശക്തി എന്ന് പറയുന്ന പേര് വന്നു. അങ്ങനെ ഡൽഹിയില് ഈ ധവാൻ ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടുകയാണ്. അതിന്റെ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് പത്രക്കാരുടെ മുന്നിൽ വെച്ച് ഇന്ത്യയുടെ ബഹിരാകാശ ശേഷിയെ കുറിച്ച്, വിക്ഷേപിച്ച റോക്കറ്റിനെ കുറിച്ചൊക്കെ ഞാൻ പറയുന്നു. അപ്പോ ധവാനിക പത്രസമ്മേളനം നടത്തുമ്പോൾ ബാക്കിൽ കുറെ പേരൊക്കെ ഇരിപ്പുണ്ട്. എന്നിട്ട് ധവാൻ പറഞ്ഞു, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു സയന്റിസ്റ്റ് ഉണ്ട്, അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്താം. അദ്ദേഹമാണ് എന്റെ പുറകെ ഇരിക്കുന്ന APJ അബ്ദുൽ കലാം. ഇദ്ദേഹമാണ് എന്റെ ലോകം കലാമിനെ ശ്രദ്ധിച്ചത് അപ്പോഴാണ്. അതിനു മുമ്പ് ISROയിൽ ധാരാളം സയന്റിസ്റ്റുകളുണ്ട്. കൂട്ടത്തിലൊന്ന് APJ അബ്ദുൽ കലാം. അങ്ങനെയായിരുന്നു APJ അബ്ദുൽ കലാം. അപ്പൊ APJ അബ്ദുൽ കലാം അന്നത്തെ റെസിഗ്നേഷൻ ലെറ്റർ ധവാൻ സ്വീകരിച്ചതെങ്കിൽ ഇങ്ങനെയുടെ കലാം അറിയപ്പെടുമായിരുന്നില്ല. വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞപ്പോ അദ്ദേഹം ഗവൺമെന്റിലേക്ക് ഒരു ശുപാർശ കൊടുത്തു. അതായത് ഒരു ഡിഫൻസ് അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആരംഭിക്കുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം ശുപാർശ കൊടുത്തത്. അങ്ങനെ അദ്ദേഹം കൊടുത്ത ആ പ്രോജക്ട് റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ടേബിൾ വരെ എത്തി. യെസ്. അതിനു മുമ്പ് തന്നെ ആ പ്രോജക്ട് റിപ്പോർട്ട് റിജക്ട് ചെയ്തത് 4 കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് റിജക്ട് ചെയ്തത്. അന്ന് രാത്രി APJ അബ്ദുൽ കലാമിന് ഉറങ്ങാൻ പറ്റിയില്ല. കലാം തന്റെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. തൊട്ടപ്പുറത്ത് താമസിക്കുന്ന സയന്റിസ്റ്റ് വന്ന് ചോദിച്ചു, കലാമെ ഉറങ്ങുന്നില്ലേ?
അപ്പൊ പറഞ്ഞു ഞാൻ ഗവൺമെന്റിലേക്ക് ഒരു പ്രോജക്ട് റിപ്പോർട്ട് കൊടുത്തിരുന്നു, അത് തള്ളി എന്ന് പറഞ്ഞു. അപ്പൊ സുഹൃത്ത് പറഞ്ഞു തള്ളിയിട്ടില്ലല്ലോ, 4 മിസ്റ്റേക്കല്ലേ അവർ ചൂണ്ടിക്കാണിച്ചത്, ആ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്ത് രണ്ടാമത് കൊടുക്കാൻ പറയും. ഓക്കെ, അങ്ങനെ APJ അബ്ദുൽ കലാം ആ 4 മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ അവർ പറഞ്ഞ നിർദ്ദേശങ്ങളുടെ അംഗീകരിച്ച് പുതിയൊരു പ്രോജക്ട് റിപ്പോർട്ട് കൊടുക്കുക ഗവൺമെന്റിലേക്ക്. ആ റിപ്പോർട്ടാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ടേബിളിൽ വരുന്നത്. അപ്പൊ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ടേബിളിൽ വരുന്ന ഫയലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 രീതിയിലാണ്. ഒരു സ്ഥലത്ത് that is ready to sign, മറ്റേത് ഇതേപോലുള്ള പ്രോജക്റ്റുകൾ, പദ്ധതികൾ, സംഗതികളൊക്കെ. ഈ റെഡി ടു സൈൻ എന്നുള്ളത് പ്രധാനമന്ത്രി അതിന്റെ അടിയിൽ ഒപ്പിട്ടാൽ മാത്രം മതി, വേറെ ഒന്നും ആലോചിക്കണ്ട. ഉദ്യോഗസ്ഥർ നോക്കി റെഡിയാക്കിയിട്ട് ഇവിടെ വരുള്ളൂ. റെഡി ടു സൈൻ ആണ്. ഇപ്പോഴത്തുള്ള പ്രോജക്റ്റുകള് പ്രധാനമന്ത്രിക്ക് സമയം ഉണ്ടെങ്കിൽ നോക്കാം, ഇല്ലെങ്കിൽ നോക്കണ്ട. അപ്പൊ അങ്ങനെ ഇരിക്കും. അത് നോക്കിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പ്രോജക്ട് റിപ്പോർട്ട് APJ അബ്ദുൽ കലാം കൊടുത്ത ഈ പ്രോജക്ട് റിപ്പോർട്ട് ആ പ്രധാനമന്ത്രിയുടെ വായിച്ചു കഴിഞ്ഞിട്ട് ധവാനോട് പറയുന്നു, ഈ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയ ആ സയന്റിസ്റ്റിനോട് എന്നെ വന്ന് കാണാൻ പറയും. ഇവിടേക്കാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാര്യങ്ങളൊക്കെ ബിയോണ്ട് ദ ലെവലിലോട്ട് പോകുന്നു. യെസ്, അപ്പൊ അങ്ങനെ ധവാൻ വന്നിട്ട് നമ്മുടെ കലാമിനോട് പറയുന്നത്, കലാമിനെ പ്രധാനമന്ത്രി വിളിക്കുന്നു, ഗോ ആൻഡ് മീറ്റ് ദ പ്രൈം മിനിസ്റ്റർ. അപ്പൊ കലാം പറഞ്ഞു ഞാൻ പോകില്ല കാണാനായിട്ട്, കാരണം പ്രധാനമന്ത്രിയുടെ മുന്നിലേക്കൊക്കെ പോകണമെങ്കിൽ നല്ലൊരു സൂട്ട് വേണം, എനിക്ക് അതിനുള്ള വരുമാനമൊന്നുമില്ല, അപ്പൊ അതുകൊണ്ട് സൂട്ട് വാങ്ങാനുള്ള പൈസയൊന്നും എനിക്കില്ല, ഞാൻ പോകുന്നില്ല. നല്ലൊരു ഷൂ എനിക്കില്ല, അപ്പോ ഇപ്പൊ ഷൂ മേടിക്കാനുള്ള ഫിനാൻസും എന്റെ കയ്യിൽ. എന്റെ പെങ്ങളുടെ മകള് പഠിക്കുന്നുണ്ട്, അവരുടെ പഠന ചെലവൊക്കെ നോക്കുന്ന ഞാനാണ്. അതുകൊണ്ട് ഈ സയന്റിസ്റ്റ് എന്നുള്ള രീതിയിൽ കിട്ടുന്ന ശമ്പളം കൊണ്ട് മേൽപ്പാതൊന്നും പറ്റില്ല, ഞാൻ അതുകൊണ്ട് പ്രധാനമന്ത്രിയെ കാണാനായിട്ട് പോകുന്നില്ല എന്ന് ധവാനോട് APJ അബ്ദുൽ കലാം പറയും. ധവാൻ ടോൾഡ് മിസ്റ്റർ കലാം, you are well dressed with your project report and go and meet the prime minister. അങ്ങനെ നഗ്നവാദനായി സാധാരണ ചെരുപ്പം കിട്ടിട്ട് പുള്ളി ഇന്ത്യ പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക്. നിങ്ങള് ആ സീനൊന്നും മനസ്സിൽ കാണുക. പ്രധാനമന്ത്രിയുടെ വസതിയുടെ കുറെ മാറിയിട്ട് പുള്ളി ചെരുപ്പം കൂടിയിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ചെല്ലും. ഇപ്പൊ പ്രധാനമന്ത്രി അവിടെയുണ്ട്. പ്രധാനമന്ത്രി APJ അബ്ദുൽ കലാമിനെ നോക്കി, അതിനോട് ചോദിച്ചു, നിങ്ങളാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയെന്ന് ചോദിച്ചു. അപ്പൊ കലാം പറഞ്ഞു, യെസ് സർ, ഞാനാണ് തയ്യാറാക്കുന്നത്. ദ ഗവൺമെന്റ് ഈസ് വെൽ പ്ലീസ്ഡ് അബൌട്ട് യുവർ പ്രോജക്ട്. നിങ്ങൾ പറഞ്ഞ പോലെ ഇന്ത്യൻ ഗവൺമെന്റ് ഒരു ഡിഫൻസ് അക്കാദമി ആരംഭിക്കാൻ തീരുമാനിക്കുന്നു. ഈ പ്രോജക്റ്റിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഇന്ത്യ ഗവൺമെന്റ് ഒരു ഡിഫൻസ് അക്കാദമി ആരംഭിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോ APJ അബ്ദുൽ കലാമിന് സന്തോഷമായി. കാരണം എന്താ, യെസ്, ഞാൻ കൊടുത്ത ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഗവൺമെന്റ് ഒരു പദ്ധതി ആരംഭിക്കുമ്പോൾ ഒരു അക്കാദമി, ഡിഫൻസ് അക്കാദമി, അതായത് ഇന്ത്യൻ ഡിഫൻസിനോട് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് എല്ലാം ഉണ്ടാക്കുന്നത്. ഡിഫൻസിന് എല്ലാ നാവികസേനക്കും വ്യോമസേനക്കും കരസേനക്കും 3 ഡിഫൻസിന്റെ അക്കാദമിയാണ് ആരംഭിക്കുന്നത്. അതുണ്ടാക്കുന്ന ഒരു വലിയൊരു പദ്ധതി, കോടികൾ വരുന്ന പ്രോജക്റ്റാണ് ആരംഭിക്കുന്നത്. അപ്പൊ ഓക്കെ എന്ന് പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ കൊടുത്തൊരു പ്രൊപ്പോസൽ അംഗീകരിച്ച് വന്നല്ലേ. അപ്പൊ പുള്ളിയോട് സന്തോഷത്തോടു കൂടി തിരിച്ചു പറയും. അപ്പൊ തിരിച്ചു പോരുന്ന സമയത്ത് പ്രധാനമന്ത്രി വിളിച്ചു, മിസ്റ്റർ കലാം, you are appointed as the first chairman of Defense Academy. നിങ്ങളായിരിക്കും അല്ല ആദ്യത്തെ ചെയർമാൻ. അപ്പൊ അന്ന് APJ അബ്ദുൽ കലാമിന് ലെസ് ദാൻ 30 years, നിയർ 40 years, 40 വയസ്സിന്റെ അടുത്താണ് പ്രായം. പിന്നെ നമ്മൾ അബ്ദുൽ കലാമിനെ കുറിച്ച് കാണുമ്പോൾ ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. അപ്പൊ ഒരു സയന്റിസ്റ്റിൽ നിന്ന് എവിടെ എത്തി? ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ഒടുവില് ഇന്ത്യൻ പൈലറ്റ് ആവാൻ പോയിട്ട് വിമാനം ആ ടെസ്റ്റിൽ പുള്ളി പരാജയപ്പെട്ട ആളാണ്. അദ്ദേഹം പിന്നെ ആരെയും
എയർഫോഴ്സിന്റെ തലവന ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സുപ്രീം കമാൻഡ് ഓഫ് ഫോഴ്സ് ആണ് എല്ലാത്തിന്റെയും. യെസ്. അപ്പോ ജീവിതം മാറി മറിയാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. പിന്നെ അദ്ദേഹം ഇന്ത്യൻ പ്രസിഡന്റായി. യെസ് എന്ന് പറഞ്ഞതുപോലെ എപ്പോ വേണമെങ്കിലും അതിലെ മാറ്റങ്ങൾ സംഭവിക്കും. ഇതൊക്കെ മാറി മറിയാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. ചിലപ്പോ ഒരു വാക്കായിരിക്കും, ചിലപ്പോ ഒരു പ്രവർത്തി, അത് എത്തേണ്ട സ്ഥലം എന്താ പറയാ മാണിക്യമാണെന്ന് വിചാരിച്ചു. പക്ഷെ അത് കിടക്കുന്നത് റോട്ടിലാണെങ്കിലും അത് കാണുന്ന ആളെ അത് എടുത്തുകൊണ്ട് വേണ്ടിയിട്ട് ഷോക്കേസിൽ കൊണ്ടുവന്ന് വെക്കും. ഇത് ഇവിടെ കിടക്കേണ്ടതല്ല, എന്റെ വീട്ടിൽ ഷോക്കേസിൽ ഇരിക്കേണ്ടതാണ്, അതിന് അയക്കറിയാം. അപ്പോ വിലയറിയുന്നവന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വിലയറിയും. അതുകൊണ്ട് അതിനെ പേടിക്കേണ്ട. അഖിലയ്ക്കും ഓട്ടോബയോഗ്രഫി എഴുതാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയത്തോട് വരികയാണ്. ഞാൻ നിങ്ങളോട് അഖിലോട് പറയുന്നത്, അഖിലയുടെ ഒരു ബയോഗ്രഫി പറയാം. നമുക്ക് ഇംഗ്ലീഷിൽ പറയാന്നുള്ളതാണല്ലോ. അഖിലയ്ക്ക് പിന്നെ പേടിക്കേണ്ട, ഇംഗ്ലീഷിൽ പറയാം, വേറൊന്നും പറയണ്ട. അഖില പറയുന്നു, എന്റെ പേര്, മൈ നെയിം ഈസ് അഖില. മൈ ഫാദർ, ഞാനൊരു എക്സാമ്പിൾ പറയണ്ട. മൈ ഫാദർ രമേശൻ, ഹി ഈസ് എ ഡ്രൈവർ. എന്റെ അച്ഛൻ്റെ പേരിൻ്റെതാണ്, അദ്ദേഹത്തിൻ്റെതാണ്. ഓക്കെ, സിംപ്ലി ഗുഡ് ആഫ്റ്റർനൂൺ. മൈ മദർ ഈസ് രമണി, ഷീ ഈസ് എ ഹൗസ് വൈഫ്, ഷീ ഈസ് എ ടീച്ചർ. അതെന്തോയും പറയും. ഐ ഹാവ് വൺ ബ്രദർ ആൻഡ് സിസ്റ്റർ. എനിക്ക് എത്രയോ ഉള്ളത് അത് പറയാം. അതിന്റെ ഈ ബ്രദർ എന്ത് ചെയ്യുന്നു, ബ്രദറിന്റെ പേര് പഠിക്കുകയാണെങ്കിൽ അത്, സിസ്റ്റർ ഉണ്ടെങ്കിൽ സിസ്റ്ററിന്റെ പേര് പഠിക്കുകയാണെങ്കിൽ അത്. അപ്പൊ വീട് കഴിയും. ഇനി പറയുക, എന്നാണ് വിവാഹം കഴിച്ചത് പറയുക, വർഷം പറഞ്ഞാൽ മതി. വീട്ടിൽ അച്ഛന്റെ പേര്, സ്വന്തം പേര്, അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, അവരുടെ ജോലി, സഹോദരന്മാരുണ്ടെങ്കിൽ അവര്, അവരുടെ പേര്, അവരുടെ ജോലി, അവർ പഠിക്കുകയാണെങ്കിൽ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, എന്നാണ് വിവാഹം കഴിച്ചത് പറയുക. ഐ ഗോട്ട് മാരീഡ് ഇൻ ദ ഇയർ 2018. 2018 ഞാൻ വിവാഹം കഴിച്ചു. ഐ ഗോട്ട് മാരീഡ്. പിന്നെ ഭർത്താവിന്റെ പേര്, മൈ ഹസ്ബൻഡ്സ് നെയിം. അപ്പോ മൈ ഹസ്ബൻഡ്സ് നെയിം വിനോദ്. എന്റെ ഹസ്ബൻഡിന്റെ പേര് വിനോദ്. ആൻഡ് ഹീസ് എ ഇലക്ട്രീഷ്യൻ. അദ്ദേഹം ഒരു ഇലക്ട്രീഷ്യനാണ്. ഐ ഹാവ് 2 children. പിന്നെ മക്കളുടെ കാര്യം പറയാം. ആതിര ആൻഡ് അനയ, 2 പിള്ളേർ എനിക്കുണ്ട്. എന്നിട്ട് അവർ ഏതൊക്കെ സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നതെന്ന് പറയാം. ഇൻ വിച്ച് സ്റ്റാൻഡേർഡ്? മൈ എൽഡസ്റ്റ് സൺ ഈസ് സ്റ്റഡിയിങ് സ്റ്റാൻഡേർഡ് 6. യംഗസ്റ്റ് ഡോട്ടർ ഈസ് സ്റ്റഡിയിങ് സ്റ്റാൻഡേർഡ് 2. പിന്നെ ഇപ്പൊ എവിടെ താമസിക്കണമെന്ന് പറയാം. നൗ ഐ ആം സെറ്റിൽഡ് ഇൻ അങ്കമാലി, എറണാകുളം ഡിസ്ട്രിക്ട്. ഓക്കെ, ഇതാണ് ബയോഗ്രഫിയിലേക്ക്. അപ്പൊ നിങ്ങളുടെ പേര്, അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, അച്ഛന്റെ ജോലി, അമ്മയുടെ ജോലി, സഹോദരന്മാരുടെ പേര്, സഹോദരിയുടെ പേര്, അവരെന്ത് ചെയ്യുന്നു, എന്ന് വിവാഹം കഴിച്ചു, ഭർത്താവിന്റെ പേര്, ഭർത്താവിന്റെ ജോലി, മക്കള് എത്ര പേര്, അവരുടെ പേര്, ഏത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഓക്കെ അല്ലെങ്കില? സമയം വേണോ ആലോചിക്കാൻ? പറയാം സർ. അഖില കഴിഞ്ഞാൽ ഞാൻ അമൃതയിലോട്ട് വരേണ്ട. അമൃത, അഞ്ജന, ആൻസി റെഡി ആയിക്കോളൂ, ഞാൻ വരാം. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അഖിലയുടെ ഐശ്വര്യത്തിൽ ഞങ്ങൾ ആരംഭിക്കുക. പറഞ്ഞോളൂ. Okay, sir. My name is Akhila L. My father Yes. name is Babu. He is a driver. My mother name is Leda Kumari. He is a തൊഴിലുറപ്പിനൊക്കെ പോകുന്നു. പോട്ടെ, ഹൗസ് വൈഫ് പോട്ടെ. Okay. I have no brother and sister. Okay. I got married 2050. My Yes. husband name is Krishna Kumar. He is a two-wheeler mechanic. I have 2 children, Anigraha Krishna and Agraha Krishna. Elder daughter is 5th standard. Younger daughter is 1st standard. I am settled in Kadakal, Kollam district. Yes, very good, Akhila.
സൂപ്പറായിട്ട് പറഞ്ഞു. Thank you, sir. Thank you. യെസ്, ഓക്കെ ഓക്കെ. എന്നാലും ഇത്തിരി വെറബൽ ഉണ്ടായി അല്ലേ അഖില? ചെറുതായിട്ട്. ആദ്യമായതുകൊണ്ട്. യെസ്. ഇപ്പൊ ഇത് 10 കഴിഞ്ഞപ്പോ എന്ത് തോന്നി? ഒരു കോൺഫിഡൻസ് തോന്നിയില്ലേ? Yes, sir. തോന്നി. ഇത്രയും സഹായമില്ലാതെ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോ അത് വെച്ചിട്ട് ഇംഗ്ലീഷ് രസകരമായിട്ട് അവതരിപ്പിച്ചില്ലേ? Thank you, sir. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. റെഡിയാവും. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. ഞാൻ പറഞ്ഞത് ഒരു സ്കെൽട്ടനാണ്. അതിന്റെ അകത്ത് നിങ്ങൾക്ക് സ്പൈസ് എന്ന് പറയുന്ന എന്തെങ്കിലും ആഡ് ചെയ്യാമെങ്കിൽ അതിനകത്ത് ആഡ് ചെയ്തു. അത് നിങ്ങളുടെ മനോധർമ്മം. 1-2 കാര്യങ്ങൾ അതിൽ കൂടെ എന്തെങ്കിലും ഒന്ന് ടച്ച് ചെയ്യാമെങ്കിൽ ഒന്ന് മേക്കപ്പ് ചെയ്തോളൂ. യു ആർ ദ ബ്യൂട്ടീഷ്യൻ. നിങ്ങളാണ് എന്റെ ബ്യൂട്ടീഷ്യൻ. യു ക്യാൻ ഡു ഇറ്റ്. യെസ്, അമൃത സുനിൽ പറയൂ. Good afternoon, sir. യെസ്. My name is Amrita. My father's name is Vasu. He is no അച്ഛൻ മരിച്ചുപോയി. He is no more. My mother's name is Vasanta. She is housewife. I have 2 brothers. They are working in carpenters. Yes. My husband name, I got married in 2009. Yes. My husband name is Sunil. He is an interior designer. I have 3 children. Yes. Daughter, my daughter studying in 10th standard. Elders പല്ല് കെട്ടിയ കാരണം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സാറേ. ഫസ്റ്റ് ചൈൽഡ്, സെക്കൻഡ് ചൈൽഡ്, തേർഡ് ചൈൽഡ്. ഫസ്റ്റ് ചൈൽഡ് സ്റ്റഡിയിങ് ഇൻ 10th standard. Second child is studying 7th standard, and third child is studying in 3rd standard. Yes. എവിടെയാണ് സെറ്റിൽ ചെയ്തേക്കുന്നത്? Now I am settled in Kattagambal, Kunnamkulam, Thrissur district. Yes. Okay. Okay, Amrita. Very good, very good, very good. Okay, thank you, sir. പല്ല് കെട്ടിയതിന്റെ വേദനക്കിടയിലും ഇത്രയും പയ്യാൻ അവതരിപ്പിച്ചു. ഞാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതാണ്. നോ പ്രോബ്ലം. ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നേ. സാറല്ല നിങ്ങൾക്ക് മുന്നിലിരിക്കുന്നത്, നിങ്ങളൊക്കെ പഠിക്കുന്നത്. അപ്പൊ ആൻസിക്ക് ഹോസ്പിറ്റലിൽ പോവുകയാണ്. ആൻസിക്ക് പനിയാണ്. അതുകൊണ്ട് നമുക്ക് ആൻസിക്ക് ഒരു അവധി കൊടുക്കാം. ഓക്കെ ആൻസി നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ പറയാം. യെസ്. ഓക്കെ 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 ഓക്കെ. നോക്കി എല്ലാവരും പറയുന്നല്ലോ പനിയായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. യെസ്. ഓക്കെ. യെസ്. അപ്പോ അഞ്ജന, അപർണ, അശ്വതി ആഷ്, അശ്വതി ആനന്ദ്, അശ്വതി സുരേഷ് റെഡി ആയിക്കോളൂ. ഞാൻ വിളിച്ചോളാം. യെസ്. അഞ്ജന പറയൂ. My name is Anjana. My father name is Parameswaran Pillai. My mother name is Vasudha Kumari. I am only daughter. My husband name is Anoop. Is working in SBI Life Adur. Yes. And I only one daughter, Agneya, studying LKG. I settled in Kollam, Puttur. Yes. Okay, 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 Anjana. Very good, very good, very good. അപ്പൊ അതിന്റെ അകത്ത് ഒരാള് കൊല്ലത്തുള്ള ഒരാള് കുറിച്ച്. ഓക്കെ 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 ഓക്കെ. യെസ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അഞ്ജന കട്ടായി പോകുന്നുണ്ടായിരുന്നു. ഒന്ന് മാറി പൊസിഷൻ ഒന്ന് മാറി നിന്നോളൂ. ഓക്കെ ഓക്കെ ഓക്കെ. മോളെ കൊണ്ട് ഹോസ്പിറ്റലായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിയാ. ഓ ദൈവമേ, അങ്ങനെ പിന്നീട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. യെസ്. ഓക്കെ. യെസ്. അപർണ പറയൂ. Good afternoon, sir. Yes, good afternoon, Abarna. My name is Abarna Babu. My father's name is Babu. He is no more. My mother's name is Anudha. She is housewife. I have no brothers and sisters. I got married in 2017.
My husband name is Renjit. He is working in Muscat. I have 2 daughters. Elder one is studying in 3rd standard and younger one in Anganwadi. Now I am settled in Mandrothurth in Kollam district. യെസ്, കൊല്ലംകാര് മാത്രമാണ് തോന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഓക്കെ, പറഞ്ഞ നന്നായിട്ട് പറഞ്ഞു കേട്ടോ. വെരി ഗുഡ്, വെരി Thank you, ഗുഡ്. sir. നല്ല ധൈര്യം ഉണ്ടായാ പറഞ്ഞത് കേട്ടോ. പഴയതിനൊക്കെ ഒന്ന് ധൈര്യം വെച്ചിട്ടുണ്ട്. ഓക്കെ, അശ്വതി ആഷ്. ഞാൻ എല്ലാവരോടും വരണ്ട, പേടിക്കണ്ട. യെസ്, ഓക്കെ. അശ്വതി. Good afternoon, sir. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ അശ്വതി, പറഞ്ഞോളൂ. My name is Ashwati. My father name is Sunish. My mother name is Manju. My sister name is Shraya. She is studying in 9th standard. I am living in Paravur, Puttanvelikara. യെസ്, ഗോഡ് മാരീഡ് പറഞ്ഞില്ല. I am not married. യെസ്, ഓക്കെ, നോട്ട് മാരീഡ്, സോറി. അപ്പൊ അതുപോലെ ഐ ആം നോട്ട് മാരീഡ് എന്ന് പറഞ്ഞാൽ പറയാം, പിന്നെ ഗോഡ് മാരീഡ് ചോദിക്കില്ല. ഓക്കെ അശ്വതി, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല ധൈര്യസമയം പറഞ്ഞോട്ടെ, ഡോണ്ട് വറി. Okay, sir. Thank you, sir. ഓക്കെ, ഓക്കെ. യെസ്, അശ്വതി കഴിഞ്ഞാല് അശ്വതി ആനന്ദ്. Good afternoon, sir. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ അശ്വതി. My name is Ashwati Anand. I am 28 years old. My father name is Jayanandan. She is a contractor. He is a contractor. യെസ്, My mother name is Jayasri. She is housewife. I have one sister. Her name is Ashwini Anand. She is working. Then I got married in 2021. My husband name is Agil Chandran. He's a software engineer. I am settled in Puduvai in Ernakulam district. യെസ്, ഓക്കെ. അശ്വതി ആനന്ദ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പേടിക്കണ്ട കേട്ടോ അശ്വതി, അശ്വതി പേടിക്കണ്ട, പറഞ്ഞതൊക്കെ ഭംഗിയായിട്ടുണ്ട്. യെസ്, ഓക്കെ, Thank you, sir. ഇനി പോകെ റെഡി ആയിക്കോളും. ഓക്കെ, ഓക്കെ, ഓക്കെ. യെസ്, അപ്പൊ ചിഞ്ചു ചിപ്പി, ദർശന, ദീപ്തി ഗെറ്റ് റെഡി ആയിക്കോളും, ഞാൻ വന്നോളാം. യെസ്, അശ്വതി സുരേഷ് പറയൂ. Good afternoon, sir. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ അശ്വതി. My name is Ashwati. My father is Suresh. He is a retired postmaster, and my mother is Deepa. She is a housewife. I have a brother, Srirak. He is working in a logistics company, Chennai. I got married in 2022. My husband is Anish. He is a Havildar clerk in army. I have one son. He is 1.5 years old. Now we are settled in Ahmednagar, Maharashtra. യെസ്, ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചു, ബാക്കിയുള്ളവരൊക്കെ ഐ ആം സെറ്റിൽഡ് എന്ന് പറഞ്ഞപ്പോൾ സോ വി ആർ സെറ്റിൽഡ്. ഓക്കെ അശ്വതി, കറക്റ്റ് ആണോ? വി ആർ, ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്നത്. Thank you, sir. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ ആരൊക്കെ എന്തൊക്കെ മാറ്റം വരുത്തുന്നത് ഞാനിങ്ങനെ ശ്രദ്ധിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ചിഞ്ചു സിബി. My name is Chinju Sibi. My father's name is Sibi. He is a farmer. My mother's name is Josmi. She is working as a Anganwadi helper. I have one younger sister. Her name was Chanjal. She was studying BCA in Naibunya, Thrissur. I am not married. I am living in Idukki. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ് ചിഞ്ചു, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ചിപ്പി. Good afternoon, sir. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ ചിപ്പി. My name is Chippy. I am from Palakkad, Vadavannur. I am completed MA Malayalam Literature. I got Yes. married 2023, April 30. My father name is Tayappan. He is a farmer. My mother name is Prasanna. She is housemaker. And I have two sisters. First sister named Sandhya.
She is a social science teacher. Her husband name is Premraj. He is engineer. And my other sister named Soumya. She is English teacher. Her husband named Manoj. He is welder in Abu Dhabi. And my husband name is Kishore. He is a accountant. He is accountant. And now we are settled in Palakkad at Kollamod. നല്ല ഡീറ്റെയിൽസ് ആണ് കൃത്യമായിട്ട് പറഞ്ഞത് കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും ശ്രദ്ധിച്ചോന്ന് അറിയില്ല. ബാക്കിയുള്ളവരൊക്കെ വിവാഹം കഴിഞ്ഞ വർഷം പറഞ്ഞപ്പോ ഏപ്രിൽ 13 കൃത്യമായിട്ട് ഡേറ്റ് വരെ പറഞ്ഞു അത് ചിപ്പി. യെസ്, ഓക്കെ ചിപ്പി, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല രസകരമായിട്ട് അവതരിപ്പിച്ചേട്ടാ. സഹോദരനും സിസ്റ്റേഴ്സ് അവരുടെ ഭർത്താവും. ഓക്കെ, ഞങ്ങൾക്കൊരു ബയോഗ്രഫി കിട്ടി. ഓക്കെ ചിപ്പി, രസകരമായി. ഓക്കെ ഓക്കെ, കീപ് ഇറ്റ്. യെസ്, അപ്പോ ദസന, ദീപ്തി, ദിലീന, ഫാത്തിമ റെഡി ആയിക്കോളൂ. ദസന പറഞ്ഞോളൂ. Good afternoon, sir. Yes, good afternoon. My name is Desna Davis. My father's name is Davis. He is a businessman. My mother's name is Lizzie Davis. She is a housewife. I have two sisters. Elder sister is a nurse. Younger sister is a teacher. I got married in 2050. My husband name is Dinu Matthew. He is a CNC operator. I have two children. Eldest daughter is studying grade 4. Younger daughter is studying grade 1. Now settled in Bangalore. Yes, very good, very good, very good. നല്ല പവർ കൂടിയാണ് ദസന പറഞ്ഞത്. യെസ്, അങ്ങനെ. ഓക്കെ ഓക്കെ ഓക്കെ, Thank you, sir. ദസന പറഞ്ഞത്. വെരി ഗുഡ്, വെരി ഗുഡ്, കീപ് ഇറ്റ്. ഓക്കെ, ദീപ്തി. Good afternoon, sir. Yes, good afternoon. My name is Deepthi Sujit. My father is Bhaskaran. He is no more. My mother Vasanthi. She is a tailor. I have two brothers. My elder brother Deebu. He is driver. My younger brother Dilu. He is a driver. I got married 2015. My husband name is Sujit. He is a driver working in Saudi. I have two children. My elder daughter Tennal. She is studying in 5th standard. My youngest daughter Nedal, 2 years old. I am living in Kallur. Kallur. Yes, നല്ല പേരാണല്ലോ ദീപ്തി. തെന്നൽ. ആരാണ് ഈ പേര് സജസ്റ്റ് ചെയ്തത്? എൻ്റെ അമ്മ. Yes. ഓക്കെ 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 ഓക്കെ, നല്ല പേരുകളാണ്. അപ്പൊ ഞാനൊക്കെ ഓരോരുത്തരും പറയുന്നതൊക്കെ ശ്രദ്ധിച്ചോളേ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, നമുക്കൊരു കലാകൃതി കൊണ്ടുവന്നോണ്ട് കേട്ടോ, ഒരു ആ ഒരു സെൻസ്. വെരി ഗുഡ്. കേൾക്കുമ്പോ തന്നെ ഒരു രസം. അപ്പൊ അമ്മയോട് പറഞ്ഞേര്, ഈ പേര് ഞാൻ പറഞ്ഞപ്പോ അതിന് ആരാധകരുണ്ടായെന്ന് പറഞ്ഞു കേട്ടോ. പറയാം സാർ. ഓക്കെ ഓക്കെ ഓക്കെ. ദീപ്തിയാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ഇനി അടുത്ത് ദിലീനയും ഫാത്തിമയും ഹസീനയും മഹിതയും മിതുവും നെയ്തുവും റെഡി ആയിക്കോളൂ. യെസ്, പറഞ്ഞോളൂ ഫാത്തിമ. ഫാത്തിമ ദിലീന, ദിലീന, സോറി. Good afternoon, sir. Yes, good afternoon. My name is Dilina Dilip. My father name is Dilip. He is a businessman. My mother name is Leila. She is a housewife. I have one brother, Dilshad. He is businessman from Saudi Arabia. I got married in 2016. My husband name is Shabin. He is businessman working Saudi Arabia. I have two sons. My elder son is studying 3rd standard. My younger son is 2 years old. Now I am settled in Pangod in Trivandrum district. Yes, Pangod in Trivandrum. Very good, very good, very good, very good. അല്ലെ, ഒരു മനോഹരമായ ഒരു ഗാർഡൻ ഒക്കെ ഇല്ലേ പാങ്ങോട്? Yes, sir. Yes, 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 yes. Very good, very good. Okay, Dilina രസകരമായിട്ട് അവതരിപ്പിച്ചു. Very good, very good, very good. Then Fatima. ഫാത്തിമ വരുമെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ഹസീനയിലോട്ട് പോകാം. ഹസീന. Good afternoon, sir. Yes, Hasina, good afternoon. My name is Hasina. I am living from Thrissur. My father name is Sulaiman. He was a driver.
My mother name Abida. She is housewife. I have three children, 3 boys, and now I'm settled in Parvil, Prayar. My husband working in abroad, Muscat. He is an engineer. I have 2 siblings, brothers. He is living now. One is Dubai and another one Muscat. Okay, sir. Yes. Okay. Very good, Asira. Very good. Tension അടിക്കേണ്ട Asira. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ധൈര്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞോളൂ. Very good. Asira റിവേഴ്സ് ഓർഡറിൽ വന്നു. എല്ലാവരോടും കൂടി പറയുന്നത് ഒരു കുട്ടി ഉണ്ടെങ്കിൽ ചൈൽഡ്, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ചിൽഡ്രൻ. ചിൽഡ്രൻസ് എന്ന് പറയേണ്ട, ചൈൽഡ്, ചിൽഡ്രൻ. ഓക്കെ അസീന, വെരി ഗുഡ്. Then മഹിത പറഞ്ഞോളൂ. Good afternoon, sir. Yes, good afternoon. My name is Mahida. My father name is Mohandas. He is a farmer. My mother name is Shabana Kumari. She is housewife. I have one sister. Her name is Mahima. Her husband is working in Indian Army. She is a housewife. She have 2 children. I got married in 2009, August 23. My husband name is Krishnan. He is a software engineer. I have 2 daughters. The elder daughter name is Kirtana Unni. She is studying in 7th standard. The younger daughter is Kirtika Unni. She is in LKG now. Now we are settled in Ernakulam. Yes, very good, മഹിത. Very good. അപ്പൊ നമ്മുടെ അഡ്മിനൊക്കെ കേട്ടോളൂ ഡീറ്റെയിൽസ് ഒക്കെ. യെസ്, ഓക്കെ. വെരി ഗുഡ്. മിഥു മനോജ്. Yes, sir. പറഞ്ഞോളൂ മിഥു. My name is Midhu Manoj. I'm from Thrissur. My father name is Mohandas. He is a auto driver. My mother name is Sujata. She is a housewife. I have one brother. His name is Midhun. He is a Ayurveda hospital receptionist in Bangalore. I got married in 18th April 2017. My husband name is Manoj. He is a painter. I have a daughter. Her name is Miga. She is studying 1st standard. I'm settled in Thrissur. Okay, മിഥു. വെരി ഗുഡ്. നല്ല ഒഴുക്കോട് കൂടി പറഞ്ഞിട്ടുണ്ട്. യെസ്, വെരി ഗുഡ്. നിങ്ങളൊക്കെ വേറെ ലെവലാണ്. യെസ്, ഓക്കെ. നീതു പറയൂ. My name is Needu. I am studying in MTTC 23 batch. My father name is Shaju. He is working in tapping, and mother name is Omana. She is housewife. I have one sister. She is named Nitya. I got married in 2014. Husband name is Vinod. Is working as fabricator. I have 2 children. Elder daughter Alga studied at 7th standard. Younger daughter Aimigha is studying at 1 standard. We are settled in Palakkad, Vadakkancheri. Thank you. Yes. Okay. കുട്ടികളുടെ പേരുകളൊക്കെ നല്ലതാണ്. നീതു. Very good. Thank you. Yes. Okay. ശിശിര, നിഷ രഞ്ജു, നിത്യ, വിനീത, രാജേഷ്, രവീണ റെഡി ആയിക്കോളൂ. ഞാൻ വരാം. യെസ്, അപ്പൊ അത് ശിശിരയിലോട്ട് തന്നെ വരാം. ശിശിര പറഞ്ഞോളൂ. Good afternoon, sir, and good afternoon, my friends. Yes. I'm Shishira. I have a father. His name is Shivadas. My mother's name is Usha. I have a brother. He is working in Air Force in Gujarat. He got married, and he have a daughter. They are settled there
in Gujarat, and I got married in 2008, March 19th. My husband is a journalist in Arab News. We have children. My son's name is Niranjan. He's a differently abled child, and I have a daughter. Her name is Nirupama. She is also differently abled. Then we are very happy with our whatever we have, because we are very happy because we are blessed with these two children, and we are living a happy family. We all have our own issues and our sorrows, everything, but we don't show any. We don't have any regrets or anything, or any other hard feelings. We all are, we have a nice family. We both understand each other, and we will bring our children with most comfort and whatever they want in their life. We want to bring them up in a good, with a bright future, without any limitations in their lives. So, thank you so much. Okay. ശിശിര, വെരി ഗുഡ്. ശിശിര പണ്ട് പറഞ്ഞ ഈ ഗവൺമെന്റ് മകൻ നന്നായിട്ട് പാടാൻ കഴിവുള്ള കുട്ടിയാണ്. അതെ, നന്നായി പാടും. ഞാൻ പാടിക്കാം അവനെ കൊണ്ട്. ഒരു പ്രാവശ്യം റെഡിയായിട്ട് വെച്ചോളൂ. ക്ലാസ്സിൽ പാടിക്കാം അവനെ കൊണ്ട്, ഞാൻ പാടിക്കാം ഒരു ക്ലാസ്സിൽ. ഓക്കെ. അപ്പൊ എന്നാണ് റെഡി ആവുമ്പോൾ വെച്ചാൽ പറഞ്ഞാൽ മതി. താങ്ക് യു സർ. ഇനി അടുത്ത നിഷ പറഞ്ഞോളൂ. നിഷ കേക്ക്. Sure. My name is Nisha. My father's name is Kunyaman. He is a farmer. My mother's name is Narayani. She is no more. I have one brother. His name is Janjit. He is working as a mason. I have no sisters. I got married in 2012. My husband name is Padmanabhan. He is a businessman working as a pharmaceutical distributor. I have two children. My daughter's name is Ashmita. She is studying in 8th standard. My son name is Manav. He is in Angambadi. Now I am settled in Cheruvattur in Kasaragod district. Yes. Okay. Manav. നല്ല പേരാണ് നിഷ. വെരി ഗുഡ്. Yes, സ്വീറ്റ് വോയിസിൽ പറഞ്ഞിട്ടുണ്ട് നിഷ. വെരി ഗുഡ്. നിഷ രഞ്ജു. ഓക്കെ. നിഷ രഞ്ജു. Good afternoon, sir. Yes, good afternoon. My name is Nisha. I am 32 years old. I am from Attingal in Tirunelveli, TVM. I am studies Montessori. My mother name Usha. He is housewife. And my father Baburaj was biggest support. I miss him lot. I have one sister. She's named Nitya. She's a working architecture. I am married to Renju, whose work as a driver. We have two daughters. My elder daughter Jyoti Krishna is 12 years old, and my younger daughter Anvika Krishna is 1 year old. Family means everything to me. I believe in hard work, love, and giving my children a good future. Okay, thank you, sir. Bye. Okay, Nisha. Yes, very good. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിഷ പോയി. ഓക്കെ. യെസ്, കൊച്ചു കരുതൽ കൊണ്ടാണ്, ഇല്ലെങ്കിൽ കുറച്ചും കൂടിയൊക്കെ വന്നേനെ. ഓക്കെ നിഷ, കീപ് ഇറ്റ്. ഓക്കെ. നിത്യ എൻജെ. Good afternoon, sir. Yes, good afternoon, Nitya. My name is Nitya. My father name is Jayagumar. Job in tapping.
My mother name is Mini. She is a housewife. I have one sister. Name is Needu. She is married. I am not married. I am from Arinadu, Trivandrum. Yes. Very good, very good, very good. Vidya, yes, I remember. Okay, okay, okay. It is Prasupa, Vidida, Rajesh, Rinsi, Shahana, Sharanya. Ready, I go to Yamrichola. Prasupa, are you okay? Yes, sir. Yes, for now. My name is Prasuba. My father name is Balasubramanian. He was a retired from Oriental Insurance Company. My mom name is Vasanta. He is a housewife. They are settled in Chennai. I have an elder sister, Prissy. She is a housewife. My brother-in-law is name is Ramesh, and he is working in BHEL Ranipet. I got married in the year 2005. My husband name is Satyadeepan. He is working in Emirates NBD Bank IT department in Dubai. I have two kids. Elder son name is Tejas Tarail, and he is studying BTech in Rajagiri College, third year. My younger son name is Tarun. He is studying 10th standard in Rogeshna School at Aluva. I am staying in Aluva at my hubby's house. I'm living with my mother-in-law. Her name is Leela. My father-in-law passed away, and his name is Vasukutan. I miss him a lot. That's it, sir. And thanks a lot. Thank you. Okay. ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന പോലെ ആര് മദറിലോയെ കുറിച്ച് പറയുന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ പറയും, അതുകൊണ്ട് ഞാൻ പറയാതിരുന്നു. And Prasuba, you are the first one to mention about the mother. Yes, very good, very good. They are really good, sir. And yes. I love them. And I really miss my father-in-law. Yeah. Yes. Okay. Very good. Thank you. Yes. Vinita? Sir. Yes, what do Vinita? My name is Vinida. My father is a farmer. His name is Sakkan. He is no more. My mother name is Leela. I have two elder sisters. Their name is Sindhu, Bindu. One sister go to married. She have 3 children. Another sister work go to dental clinic. I go to married at 2050 August 23. My husband name is Radhakrishnan. He is working tapping. I have a daughter. She name is Dhoni Krishna. She is studying 3rd standard. We have living Pambadi at Thrissur. Yes, very good, Vinita. Very good. പേടി ഉണ്ടായി വിനീതൊക്കെ പറയുമ്പോ ടെൻഷൻ ഉണ്ടായിരുന്ന ടെൻഷൻ ഉണ്ട്. ടെൻഷൻ ഉണ്ടായിരുന്നു അല്ലെ? ടെൻഷൻ അടിക്കണ്ട. യെസ്, സൗണ്ട് ഇടയ്ക്കൊന്ന് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ തോന്നി. ഓക്കെ കുഴപ്പമൊന്നുമില്ല, ഒക്കെ റെഡി ആയിക്കോളും. ഈ ഭാവിയില് എനിക്ക് എടുക്കല്ലേ, പല പ്രാവശ്യം പറഞ്ഞ കഴിയുമ്പോൾ ഒക്കെ റെഡി ആയിക്കോളും. യെസ്. Then Rajesh Shiny. Yes. RAJESH. Rajesh Shiny. Yes, മറ്റൊന്ന് വിചാരിക്കാം. റിൻസി. Sir. Yes, പറഞ്ഞോളൂ റിൻസി. ഇച്ചിരി പേടിയാണെന്ന് പറയാം. പേടിയാവണോ? എന്താ പേടിക്കുന്നത്? Okay, sir. പറയാം. My name is Rinsi Kevi. My name is Rinsi Kevi. I have completed my degree BBA graduation in 2009. Yearly, I have been worked in Riyadh Travels and Tours at Delhi. Now I am own small entrepreneurship. My father name is Varghese. He is a mechanical. My mother name is Gracie. She is working own grocery shop. I have 2 siblings. My elder sister name is Ruby. She is married. And my younger brother name is Joshua. He is studying visual communication last year.
I am married in August 2013. My husband name is Sibi Abraham. He is an accountant. I have two sons. Elder son name is Alvin Sibi. He is studying 5th standard. Younger son name is Aaron Sibi. He is studying in 2nd standard. We have settled in Aringav, Kollam district. Yes. Thank you, sir. Very good, very good. ഇത്രയെല്ലാം ധൈര്യം ഉണ്ടായിട്ടാണോ റിൻസി പേടിയാവുന്നൊക്കെ പറഞ്ഞത്? Yes. ടെൻഷൻ ഉണ്ട് സാറേ. ടെൻഷനാണ്. കൂടുതൽ പറയാനുണ്ട്. ഇത്രയും പേര്, നമ്മൾ ഇത്രയും പേരല്ലേ ഉള്ളൂ, പിന്നെ ആരെ പേടിക്കാൻ? യെസ്, ടെൻഷനൊന്നും പേടിക്കണ്ട, വരണ്ട. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്നല്ലേ പറയുന്നത്, ഇവിടെ എന്തിനാണ് പേടിക്കുന്നത്? യെസ്, അത് കാരണം ഒരു ടെൻഷനോ വിഷമോ വേണ്ട. യെസ്. അപ്പൊ ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞിട്ട് ഇപ്പൊ ആർ, ഇംഗ്ലീഷ് ലെറ്റർ ആറിൽ വന്ന് നിൽക്കുകയാണ്. ഞാൻ അവിടെ തൽക്കാലത്തേക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഇനി എസ് മുതലുണ്ട്, അത് ഞാൻ ഒരു ചാൻസ് അവർക്ക് തരാം. അടുത്ത ക്ലാസ് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് അവർക്ക് ഒരു ചാൻസ് കൊടുക്കാം കേട്ടോ. ഇപ്പൊ 6 വരെ എത്തി നിൽക്കുകയാണ്. അപ്പൊ ശിശിര അതൊന്ന് ഓർമ്മിച്ചേക്കണേ, 6 നമ്മൾ എത്തി നിൽക്കുകയാണ് കേട്ടോ. ഞാൻ പറയാം, ഞാൻ റിമൈൻഡ് ചെയ്യാം സർ. യെസ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. യെസ്, ഇനി പറഞ്ഞവരോട് ചോദിക്കുകയാണ്, ഹൗ ഡു യു ഫീൽ? ഒരു പറയാനായിട്ടുള്ള ചെറിയൊരു ധൈര്യം വന്നില്ലേ? നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളായതുകൊണ്ട് വേറെ അന്വേഷിച്ചപ്പോണ്ട. അച്ഛനെ കുറിച്ച്, അമ്മയെ കുറിച്ച്, സഹോദരനെ കുറിച്ച്, ഓക്കെ പറഞ്ഞ സഹോദരിയെ കുറിച്ച്, ഭർത്താവിനെ കുറിച്ച്, മക്കളെ കുറിച്ച്, ഇത്രയും ഓക്കെ ചെയ്തു. അതായത് ഇത്രയും കാര്യം പറയാനായിട്ട് നിങ്ങൾക്ക് എന്നും സന്തോഷം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സന്തോഷമുള്ള കാര്യം പറയാനായിട്ട് ആവശ്യപ്പെട്ടത്. ഓക്കെ, നിങ്ങളുടെ പറയാനായിട്ടുള്ള കപ്പാസിറ്റി എന്ന് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. കുറച്ചു പേരൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷെ എല്ലാവരെയും നമ്മൾ ഒരുമിച്ച് ചേർക്കണമല്ലോ. യെസ്, പിന്നീട് നിൽക്കുന്നവരെയൊക്കെ ഒരുമിച്ച് മുന്നോട്ടാക്കണ്ടേ? യെസ്, അപ്പൊ അതാണ് എല്ലാവരെയും കൊണ്ട് പറയിപ്പിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ വിജയിച്ചിട്ടുള്ളത്. ഞാൻ ഒരാളെ വിചാരിച്ച് വിജയിക്കില്ല. ഇത് നിങ്ങളുടെ ഹോൾ ഹാർട്ടഡ് സപ്പോർട്ട്. ഓക്കെ, അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ കോൺകോഡുമായിട്ട് അടുത്താഴ്ച നമുക്ക് കാണും. നെസ്സിൽ ആരംഭിച്ചല്ലോ, ഇനി കുറച്ച് പേരിൽ ഉണ്ടാവുള്ളൂ. എസ് വരെ എത്തി. അപ്പോ നമുക്ക് കോൺകോഡിന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. യെസ്, സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാം. സർ ഞാൻ പറയട്ടെ. ഓക്കെ, Thank you so much, sir, for this friendly conversation with all of us. Thank you, because today we feel very comfort and very well confident with your class, and I expect the same class and much more interesting class from you, sir. Thank you so much. Okay. Very good, very good, very good. Okay, we will meet in the next class. Till then, bye. See. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. Okay. Thank you, sir. Thank you, sir. Thank you, sir. Thank you. Okay.